ഇന്നൊരു ഇറ്റാലിയൻ ഡിഷായാലോ. ഒരു പാസ്തയാണ്, നല്ല ക്രീമി പാസ്ത എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് പാസ്ത കുക്ക് ചെയ്യണം. അപ്പോൾ ഒരു പാനിൽ വെള്ളം ഒഴിച്ച് അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് പാസ്ത ഏകദേശം ഒരു 1.5 കപ്പോളം പാസ്ത നമുക്ക് അതിനകത്തിട്ട് ഒരു മീഡിയം തീയിൽ ഒരു 10 to 12 മിനിറ്റ്സ് എടുക്കും അത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അത് കുക്ക് ചെയ്ത് വരുമ്പോൾ അത് നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ട് അതൊന്ന് വായിൽ വെച്ച് കടിച്ച് നോക്കണം. അത് കറക്റ്റായിട്ട് മുറിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം കുക്കായിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിനെ ഇനി ഒന്ന് സ്ട്രെയിൻ ചെയ്യണം. ആ കുക്ക് ചെയ്ത പാസ്തയെ നമുക്ക് ഒരു സ്ട്രെയിനറിലോട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് അതിൻ്റെ പാസ്തയും അതിൻ്റെ സ്റ്റോക്കും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കണം. അതാണ് ഇപ്പോൾ പ്രോസസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ സ്ട്രെയിൻ ചെയ്തു. പിന്നെ സ്ട്രെയിൻ ചെയ്ത് ഉടനെ തന്നെ നമുക്ക് അത് തമ്മിലിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒന്ന് പാസ്തയിൽ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ആ പാസ്ത ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫില്ലിങ്സ് അല്ല അതിൻ്റെ ആഡ് ചെയ്യാനുള്ള മീറ്റൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ നല്ല വിട്ടിരിക്കും. ഇനി നമുക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ബട്ടർ വേണം, പിന്നെ ഒരു സവാള, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, തക്കാളി വേണം, പിന്നെ സ്പൈസസ് ആയിട്ട് ചില്ലി ഫ്ലേക്സ്, ബേ ലീവ്സ്, ഒറിഗാനോ, പിന്നെ ഞാൻ സോസേജ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, പിന്നെ മിൻസ് മീറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക, അതിനകത്തോട്ട് ബട്ടർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ബട്ടർ ഇങ്ങനെ പുകഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം. അത് ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവോളയും വെളുത്തുള്ളിയും അതിനകത്ത് ഇട്ടിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒത്തിരി ഒന്ന് വഴരണ്ട. ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് വഴന്ന് വന്നപ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സോസേജും ഒരു 1/2 കപ്പ് മിൻസ് മീറ്റും ബേസിൽ ലീവ്സുമാണ്, തുളസിയല്ല, അതും കൂടി ഇട്ടിട്ട് നമുക്ക് അതിന് ഒരു 5 മിനിറ്റ്സ് എടുക്കുള്ളൂ മിൻസ് മീറ്റൊക്കെ കുക്ക് ചെയ്യാനായിട്ട്. സോസേജും ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് അതും എളുപ്പം കുക്കായി കിട്ടിക്കോളും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ബേ ലീവ്സ്, ഒറിഗാനോ, പെപ്പർ, ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പാസ്ത ഉണ്ടാക്കിയപ്പോൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, എന്നാലും നമുക്ക് ഈ മിക്സ്ചറിന് കുറച്ച് ഉപ്പ് വേണം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിനെ നന്നായിട്ട് ഇപ്പം നോക്കിയപ്പോൾ സോസേജൊക്കെ വെന്തിട്ടുണ്ട്. അതിനകത്തോട്ട് ചോപ്പ് ചെയ്തൊരു ടൊമാറ്റോ, തക്കാളിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട്, പുളി വരില്ല എന്നാലും ഒരു മൈൽഡ് ഒരു പുളി പോലെ വരും. അതിനെ നന്നായിട്ട് യോജിപ്പിച്ച് ആ ടൊമാറ്റോ ഒക്കെ ഒന്ന് ഇതാവണം, സോഫ്റ്റ് ആവണം. അതുവരെ നമുക്ക് ആ ടൊമാറ്റോ നന്നായിട്ട് വഴറ്റി എടുക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച പാസ്ത ഉണ്ടല്ലോ, അതിപ്പോൾ നമുക്ക് നോക്കിയാൽ നല്ല ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ കൈ കൊണ്ട് തന്നെ നമുക്ക് എടുത്ത് അതിനെ യോജിപ്പിക്കാം. ആ മിൻസ് മീറ്റിലും സോസേജും ഹെർബ്സും ഇറ്റാലിയൻ ഹെർബ്സും ഉള്ള മിക്സിലോട്ട് നമുക്ക് ആ കുക്ക് ചെയ്ത പാസ്ത ഇട്ടിട്ട് അതിനെ ഒന്ന് ടോസ് ചെയ്തെടുക്കുക. നന്നായിട്ട് യോജിപ്പിക്കണം എല്ലായിടത്തോട്ടും. അപ്പോൾ ആ മിക്സ്ചർ കിട്ടും. പിന്നെ നമുക്ക് അതിനെ നന്നായിട്ട് യോജിപ്പിക്കണം. അപ്പോഴാണ് അത് എല്ലായിടത്തോട്ടും ആ പാസ്തയിലൊക്കെ ഇത് പിടിച്ചിരിക്കുകയുള്ളൂ. അത് ആ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഞാനിപ്പോൾ ഇതിനകത്ത് ക്രീമാണ് ആഡ് ചെയ്യുന്നത്, ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ കുറച്ചൊരു നമ്മൾ കഴിക്കുമ്പം തീരെ ഡ്രൈ ആയിട്ടിരിക്കരുത്, കുറച്ചിങ്ങനെ ക്രീമി ആയിട്ടിരിക്കണം. അപ്പോൾ വേണമെങ്കിൽ നമ്മൾ ഈ പാസ്ത വേവിച്ച സ്റ്റോക്ക് നമുക്ക് ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. പക്ഷേ വെള്ളം ആഡ് ചെയ്യരുത്. എപ്പോഴും ആ പാസ്ത വേവിച്ച വെള്ളം നമ്മൾ റിസർവ് ചെയ്ത് വെച്ചാൽ ഇതിങ്ങനെ കുറച്ച് ഡ്രൈ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ആ കുറച്ച് പാസ്ത ബോയിൽഡ് വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കതിനെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ഫൈനലായിട്ട് ഗ്രേറ്റ് ചെയ്ത പാർമസൻ ചീസ് ഇട്ട് കൊടുക്കുകയാണ്. ആ ചീസും കൂടെ അതിനകത്ത് മെൽറ്റായി വരുമ്പോൾ കുറച്ചും കൂടെ അതൊരു ലിക്വിഡ് ഫോം ആകും. അപ്പോൾ നിങ്ങൾക്ക് കാണാം അത് കറക്റ്റ് ആ ക്രീമൊക്കെ അതിനകത്ത് പൊതിഞ്ഞിരിപ്പുണ്ട്. ഞാൻ ഒരു 1/4 കപ്പ് ആ പാസ്ത വേവിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പം എൻ്റെ പാസ്ത റെഡിയായിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് പ്രസ് ചെയ്തേക്കണം. ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും.